എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സിന്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പവർ സെമികണ്ടക്ടർ ഡിവൈസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. Unlike a power diode, this device is going to be a fully controlled switch where you can turn off and turn on the switch by a controlling terminal. അതുകൊണ്ട് തന്നെ ഈ ഡിവൈസ് ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. It is nothing but the power MOSFET. The working principle of power MOSFET is exactly like the microelectronic power MOSFET used for signal amplification. The only difference is the MOSFET which we are going to see will be handling high voltage and high current unlike its little brother. നമുക്ക് power MOSFET ന്റെ features നോക്കാം. It will be having 3 terminals, source, drain and gate. അതുപോലെ the power MOSFET is a voltage controlled device, not current controlled device. So MOSFETs are unipolar devices. The conduction is either through holes or by electrons, not by both. ഇനി മോസ്ഫെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകളിലൊന്ന് ഇറ്റ്സ് ഗേറ്റ് ഇംപിഡൻസ് ഈസ് എക്സ്ട്രീംലി ഹൈ ഓഫ് ദ ഓർഡർ ഓഫ് 10⁹ ohms. അതുകൊണ്ട് തന്നെ ദിസ് ഫീച്ചർ എനേബിൾസ് മോസ്ഫെറ്റ് ടു ബി ഡ്രിവൺ ഫ്രം മൈക്രോ ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. നമുക്കറിയാം പവർ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു പവർ ഇലക്ട്രോണിക് ഡ്രൈവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള സ്വിച്ചസ് ആർ കമാൻഡഡ് ബൈ ഡിജിറ്റൽ സർക്യൂട്ടറി. ഡിജിറ്റൽ സർക്യൂട്ടറി ആർ ഇൻഹറന്റ്ലി ഓഫ് ലോ പവർ റെജിം. അപ്പോൾ ലോ പവർ റെജിമിൽ ഇരിക്കുന്ന ഒരു സർക്യൂട്ടറി ഒരു ഹൈ പവർ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ ട്രിക്കി ടാസ്ക്. ഇഫ് ദ സ്വിച്ചസ് ആർ ഡ്രിവൺ ബൈ കറണ്ട്സ് യു വിൽ ഹാവ് ടു ഹാവ് കറണ്ട് പ്രൊവൈഡിങ് സർക്യൂട്ട്സ് ഇൻ ബിറ്റ്വീൻ ഡിജിറ്റൽ സർക്യൂട്ടറി ആൻഡ് ദ പവർ സർക്യൂട്ട്. പക്ഷേ ഇഫ് യു ആർ യൂസിങ് മോസ്ഫെറ്റ്സ്, സിൻസ് എ ഡിജിറ്റൽ സർക്യൂട്ട് ക്യാൻ പ്രൊവൈഡ് 3.5 volt or 5 volt as the output, this voltage will be sufficient for turning on or turning off the MOSFET without requiring a current providing agent in between. Finally, power MOSFETകൾക്ക് പവർ BJT അപേക്ഷിച്ച് വേറൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഉണ്ട്. ദാറ്റ് ഈസ് ദർ ഈസ് നോ സെക്കൻഡ് ബ്രേക്ക് ഡൗൺ പ്രോബ്ലം വിച്ച് ഈസ് എ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ദ പവർ BJTs. അതായത് പവർ BJTയുടെ PN ജംഗ്ഷനിൽ ചില ലോക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടായിട്ട് ആ ഭാഗത്ത് മാത്രം ടെമ്പറേച്ചർ റൈസ് ചെയ്ത് ദാറ്റ് ലീഡിങ് ടു ദ ബ്ലോ ഔട്ട് ഓഫ് ദ ഡിവൈസ് is called the second breakdown problem, and that problem is altogether absent in the power MOSFETs in the normally operated regions. Coming to structure of power MOSFET, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു N channel enhancement power MOSFET ആണ്. As you can see, there are 3 terminals: source, gate and drain. And why it is called metal oxide semiconductor field effect transistor? This is MOSFET stands for metal oxide semiconductor field effect transistor. ആ പേര് പറയാൻ കാരണം ഏറ്റവും മുകളിലൊരു മെറ്റൽ ലെയർ ഉണ്ടാവും. തിൻ മെറ്റൽ ലെയർ. ദിസ് ഇസ് തിൻ മെറ്റൽ ലെയർ. ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ ഡൈഇലക്ട്രിക് വിച്ച് ഇസ് ടിപ്പിക്കലി സിലിക്കൺ ഡയോക്സൈഡ്, ദിസ് റീജിയൻ. അതിന് താഴെയാണ് സെമി കണ്ടക്ടർ വരുന്നത്. സോ ദിസ് ഇന്റർഫേസ് യു ആർ ഹാവിംഗ് മെറ്റൽ oxide, here is a semiconductor which is the MOS interface. അതുകൊണ്ടാണ് നമ്മൾ ഇത് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് പി സബ്സ്ട്രേറ്റ് വിച്ച് ഇസ് കോൾഡ് ദ ബോഡി, ഈ ബോഡി എന്ന് വിളിക്കുന്ന ഈ സബ്സ്ട്രേറ്റിന്റെ അകത്ത് there are 2 heavily doped N regions diffused in. This is the drain region, drain well, and this is a source well. N+ ആണ്, ശ്രദ്ധിക്കുക. പി സബ്സ്ട്രേറ്റിൽ ഒരു രണ്ട് N+ റീജിയൻസ് നമ്മൾ ഡിഫ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ടിപ്പിക്കൽ സ്ട്രക്ചർ ആൻഡ് ദിസ് ഇസ് ദ symbol of N channel enhancement MOSFET, where this arrow indicates the direction of flow of electrons. ഇനി ഈ മോസ്ഫെറ്റിന്റെ ഓപ്പറേഷൻ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ സിമ്പൽ മറ്റൊരു രീതിയിൽ ഒന്ന് റീഡ്രോ ചെയ്ത് നോക്കിയാൽ, യു ആർ ഹാവിങ് എ ഡ്രെയിൻ ടെർമിനൽ ഹിയർ, and you having the source terminal here. So you are having a switch in between which is controlled by the gate terminal. You are trying to turn on the switch and turn off the switch using this gate terminal. നമ്മൾ പറഞ്ഞു ഗേറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു വോൾട്ടേജ് സിഗ്നലാണ്. സോ ദ മോസ്ഫെറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. ഇറ്റ് മീൻസ് you are going to apply a voltage VG for turning on and turning off the switch. Usually we keep the source terminal to be the common terminal, so it means the gate voltage will be VGS. It means you are trying to
turn on and turn off this device using this voltage VGS. Applying appropriate voltage as VGS, you will be turning off on the device, and removing the voltage, you will be turning off the device. The drain source current or ID will be depending on the gate source voltage VGS. That is what we are going to see. ഇനി ഇതൊരു N channel enhancement MOSFET ആണ്. But when you keep all the terminals as it is, no connection made, no voltage applied, ആ കേസിൽ you see that this is a PN junction, and in PN junction at equilibrium you will be having some depletion region formed at the interface of P and N. അപ്പോൾ ഈ ഭാഗത്ത് P substrateൻ്റെയും N plus regionൻ്റെ ഇടയിൽ you will be having a depletion region, and this depletion region will be maintained in such a way that there is no net current from drain to source. അപ്പോൾ when the terminals are open, the drain source and gate terminals are when opened, practically there is no finite current flowing from drain to source. Now we make some connections. First we apply a positive voltage between drain and source, that is we apply a drain source voltage which is equal to VDD. പക്ഷേ even though drain source voltage has been applied, the current will not be flowing between drain and source. Why? നമുക്കറിയാം ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ആയി നിൽപ്പുണ്ട്. ഈ ഡിപ്ലീഷൻ റീജിയൻ കാരണം there will not be any practical current flowing between this source region and drain region. So it means without applying anything at the gate, you will not be getting any conduction between drain and source terminals. Now what happens? We apply a VGS. We apply a positive gate source voltage. Positive gate source voltage apply in the samayatha, this metal layer gets a positive potential, and by virtue of that positive potential, a certain amount of negative charges, that is mobile electrons, are attracted to this immediately lower layer of this semiconductor. That is thin layer within the P substrate, that is just beneath the silicon dioxide material, gets ample amount of mobile electrons so that it can be called a conducting channel. Appo you get a conducting channel between source, drain and source. Now you can get a current flowing through this circuit. This conducting channel comprised of mobile electron has been formed within the P substrate. P substrateലാണ് ഈ ചാനൽ ഫോം ആയിരിക്കുന്നത്. That is why we can call this layer an inversion layer. This can be called an inversion layer. Now what have we done? We have applied a gate source voltage, and by that gate source voltage, the concentration of mobile electrons just beneath the insulating layer has gone up, so that this has now become a conducting channel. It means essentially you have reduced the resistivity, or you have enhanced the conductivity of this layer by using this N channel. അതുകൊണ്ട് തന്നെ we call this process conductivity modulation. അതായത് ഈ പി സബ്സ്ട്രേറ്റിന്റെ ഈ റീജിയനിലുള്ള കണ്ടക്ടിവിറ്റി വി ആർ മോഡുലേറ്റിംഗ് ബൈ യൂസിങ് ദിസ് VGS വോൾട്ടേജ്. VGS അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചാനൽ ഇവിടെ ഫോം ആവുന്നുണ്ട്. പക്ഷേ ചാനൽ ഫോം ആവുന്നതുകൊണ്ട് മാത്രം കറണ്ട് കണ്ടക്ഷൻ നടക്കില്ല. കറണ്ട് കണ്ടക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ there should be some energy source which pumps in current through the channel, and VDS does this job. VDS is that voltage which pumps in current through the channel, or which causes the current to flow from drain to source. പക്ഷേ apart from this role, VDSന് മറ്റൊരു ഇഫക്റ്റ് കൂടെ ഉണ്ട്. What is that? When you apply VDS, this positive voltage is given to this N terminal or N region. It means you are essentially reverse biasing it. It means when you apply a larger VDS, it happens so that when compared to this PN junction, this PN junction will get more reverse bias. അതാണ് നേരത്തെ പറഞ്ഞത്, VDS നിങ്ങൾ കൂട്ടുന്തോറും നിങ്ങളുടെ ചാനൽ will become eventually thinner and thinner. So it means there are two contradicting factors
where VGS is trying to make the channel thicker, whereas the drain source voltage is trying to make this channel thinner, even though this is the cause of the current flow. VDS കാരണമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ പോലും as you go on increasing the VDS voltage, it so happens that the channel becomes thinner and thinner and eventually vanishes at this point, which is called the pinch off condition. As you can see, VDSന്റെ മാക്സിമം ഇഫക്റ്റ് നടക്കുന്നത് ഈ ഭാഗത്താണ്. ഇറ്റ് മീൻസ് മാക്സിമം റിവേഴ്സ് ബയാസ് ഈസ് ഹാപ്പനിങ് അറ്റ് ദിസ് ഇന്റർഫേസ് ബിറ്റ്വീൻ പി ആൻഡ് എൻ. ഇറ്റ് മീൻസ് ദ ചാനൽ ഫസ്റ്റ് വാനിഷസ് അറ്റ് ദിസ് പോയിന്റ്. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം, ഒരു പോസിറ്റീവ് VGS അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇവിടെ ചാനൽ ഫോം ആവില്ല. പകരം VGS ഷുഡ് ബി സഫിഷ്യൻ്റ്ലി ഹൈ. Strictly speaking, VGS should be greater than a value which is called VTH, the threshold voltage. ഈ ത്രഷോൾഡ് വോൾട്ടേജിനും മുകളിൽ നിങ്ങളൊരു പോസിറ്റീവ് VGS അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു ചാനൽ, കണ്ടക്ടിങ് ചാനൽ ഫോം ആവുള്ളൂ. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് the VGS that decides the channel thickness, but the VGS minus VTH. ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞു, VTH എന്ന് പറയുന്നത് ജസ്റ്റ് ചാനൽ ഫോം ആകാൻ ആവശ്യമായ വോൾട്ടേജ് ആണ്. അപ്പോൾ ചാനലിന്റെ തിക്നെസ് എന്തോരം ഉണ്ടെന്നുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നത് VGS അല്ല, VGS മൈനസ് VTH കഴിഞ്ഞ് ഞാൻ എന്തോരം VGS അപ്ലൈ ചെയ്യുന്നുള്ള മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് ചാനലിന്റെ തിക്നെസ് വരുന്നത്. ഇറ്റ് മീൻസ് if VGS minus VTH goes larger and larger, the channel grows thicker and thicker. It is a tug of war between VGS minus VTH and the voltage VDS. VGS minus VTH ചാനലിനെ കൂടുതൽ തിക്കറാക്കാൻ ശ്രമിക്കുമ്പോൾ VDS എന്നുള്ള വോൾട്ടേജ് ഈ ഭാഗത്ത് ചാനലിനെ കൂടുതൽ തിന്നറാക്കുന്നു. അപ്പോൾ ആരാണ് ഈ വടംവലിയിൽ ജയിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ് വെദർ ദർ ഈസ് എ കണ്ടക്ടിങ് ചാനൽ അറ്റ് ദിസ് പോയിന്റ് ഓർ നോട്ട് എന്നുള്ള തീരുമാനം വരുന്നത്. സോ ഇറ്റ് മീൻസ് ഇഫ് VGS minus VTH is greater than VDS, there will be a finite channel for current conduction. അതല്ല, if VGS minus VTH is less than or equal to VDS, it means there is no conducting channel at this point, which indicates there is a pinch off has happened. Pinch off. ഈ ഭാഗത്തൊരു പിഞ്ച് ഓഫ് സംഭവിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ ഒരു കണ്ടക്ടിങ് ചാനൽ ഇല്ല. അതിനുശേഷം കറണ്ട് കൂടുന്നില്ല. അത് കറണ്ട് ഇതിന് ശേഷം ഇനി കൂടാൻ പോകുന്നില്ല, ബട്ട് ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് എ സാച്ചുറേറ്റഡ് വാല്യൂ. ഈവൻ ദോ ദ പിഞ്ച് ഓഫ് ഹാസ് ഹാപ്പൻഡ്, ദർ ഇസ് എ ഹൈ കറണ്ട് ഡെൻസിറ്റി റീജൻ ബിനീത്ത് ദിസ് ഇന്റർഫേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് മോസ്ഫെറ്റിന്റെ റീജൻസ് ഓഫ് ഓപ്പറേഷന് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം. വേർ അറ്റ് വൺ റീജൻ ഇറ്റ് ഈസ് VGS minus VT. VT is nothing but VTH itself. That is a typo error. അപ്പോൾ അപ്ലൈഡ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ there will not be a conducting channel, there will not be current flow. That is called cut off region. And when VGS minus VT is greater than VDS, or in other words, if VDS is less than VGS minus VT, it means there is a conducting channel and current is also flowing through that finite conducting channel. പക്ഷേ when VDS is greater than or equal to VGS minus VT, it means the saturation level of the current has already attained. There is no conducting channel, there is no finite thickness conducting channel. It means the pinch off has happened. M channel enhancement MOSFETന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന്റെയും ഡ്രെയിൻ കറണ്ടിന്റെ റിലേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ സർക്യൂട്ടറിയിൽ യു കീപ് ദ VDS കോൺസ്റ്റന്റ്, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് when you increase VGS, you see that the current is increasing. And what is the reason? നേരത്തെ പറഞ്ഞതുപോലെ up till the VGS is a particular value which is called VTH ആകുന്നിടം വരെ there is no current conduction because there is no conducting channel.
കണ്ടക്ടിങ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കറണ്ടും സീറോ ആയിരിക്കും. ആൻഡ് ബിയോണ്ട് VTH you see that there is a finite conducting channel and also there is a finite VDS already applied. The current starts building up, and as you increase VGS, it means you are making the N channel thicker and thicker. It results in the increase of the drain current. That is the relation between gate source voltage and drain current. And in the case of VDS versus ID, നിങ്ങൾ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ID നമ്മൾ റിലേഷൻ നോക്കിയാൽ there is a set of characteristics where each characteristic corresponds to a particular value of VGS. For example, ഇപ്പം this may be VGS minus VTH is equal to 0.5 volt. ഇത് വന്നിട്ട് VGS minus VT is equal to 1 volt. That is VGS is equal to VTH plus 1 volt. അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VTH കഴിഞ്ഞിട്ട് 1 വോൾട്ട് കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ there is a set of characteristics. Each of the characteristic indicates a particular VGS. So it means you are essentially keeping the gate source voltage constant and slowly increasing the drain source voltage. Take the case of this particular voltage. So this is VGS minus VT is equal to 1 volt. That is VGS minus VT is equal to 1 volt in the corresponding characteristics. As you increase the drain source voltage, you see that the current is increasing, and it increases and reaches a particular value of drain source voltage, beyond which the drain current does not increase but saturates at some value. And ഈ വോൾട്ടേജ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. This point corresponds to V drain source has reached VGS minus VTH. ഈ ഭാഗത്തെത്തുമ്പോൾ ചാനൽ പിഞ്ച് ഓഫ് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം കറണ്ട് കൂടുന്നില്ല. വാട്ട് എവർ ഈസ് ദ attained value of current, that is maintained thereafter for any value of VDS. So നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് 3 definite regions കാണാൻ പറ്റും. This region is called the triode region, where you are having a finite conducting channel, and this region is the saturation region, where you having a pinch off, channel pinch off. And in this region you are having the cutoff region. That you are having the gate source voltage applied is less than the threshold voltage, so there is no conducting channel. And this triode region is called ohmic region. അതിലൊരു N channel enhancement MOSFET പോലെ you can have a P channel MOSFET where you have an N substrate with 2 P plus regions diffused in. Drain source, and here you're having a metal region. Here you have a metal region, metal deposit. Gate. അപ്പോൾ ഈ കേസിൽ the conducting channel will be comprised of holes, but that will happen when the gate source voltage is negative. When you apply negative voltage at the metal side, holes will be attracted to the interface, and you will be having a positive conducting channel. This is called a P channel MOSFET. ബാക്കി എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ ബാക്കി വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം തന്നെ N channel MOSFEറ്റുമായിട്ട് സിമിലർ ആണ്. Another type of MOSFET that you can have is depletion type MOSFET, like that you see here. ഇതൊരു N channel depletion type MOSFEറ്റിന്റെ ചിത്രമാണ്, where you already have a conducting channel beneath this oxide layer. You already have a conducting channel full of mobile electrons. So what you have to do is, even if you apply no gate source voltage, but you only apply a drain source voltage, you will be having conduction.
നിങ്ങളൊരു ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. വിത്തൗട്ട് അപ്ലൈയിങ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് യു ക്യാൻ ഹാവ് എ കറണ്ട് കണ്ടക്ടിങ് ഇൻ ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ്. And in order to stop this conduction, you will have to apply appropriate voltage. And what is that appropriate voltage? ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോൺസ്, മൊബൈൽ ഇലക്ട്രോൺസ് കാരണമുള്ള ചാനലാണ്. സോ ടു റിപ്പൽ ഓൾ ദീസ് ഇലക്ട്രോൺസ് എവേ, യു വിൽ ഹാവ് ടു അപ്ലൈ എ നെഗറ്റീവ് വോൾട്ടേജ് between gate and source. So when you apply a negative VGS, to make this MOSFET not conducting. It means this MOSFET is a normally on type MOSFET. അതേപോലെ you can have a P channel depletion type MOSFET as this P plus. What you have here is a channel full of mobile holes. It means even if you don't apply a gate source voltage, you can have a conduction as long as you have a finite drain source voltage. Okay. It means and what you need to do to turn off this MOSFET, നേരത്തെ പറഞ്ഞതുപോലെ this is an N substrate. What you are having is a mobile set of holes. ആ ഹോൾസിനെ റിപ്പൽ ചെയ്ത് മാറ്റുന്നതിന് you apply a positive voltage. Positive VGS will turn off this device. So both these devices may be N channel MOSFET or a P channel MOSFET. Both are depletion type. It means both are normally on. So we will quickly compare all the characteristics of these four types of MOSFET. What are all the four types? N channel enhancement and N channel depletion, P channel enhancement and P channel depletion. അപ്പോൾ നമുക്ക് ഈ 4 ട്രാൻസിസ്റ്ററിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നിങ്ങളിവിടെ കാണുന്നത് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓൺലി ഐ ഹാവ് ഷോൺ ഹിയർ ഇൻ ദ VGS വേഴ്സസ് ID ക്യാരക്ടറിസ്റ്റിക്സ്. VDS ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ടില്ല, വിച്ച് ഇസ് സിമിലർ. ഓൾ ആർ സിമിലർ. അപ്പോൾ നമ്മളിവിടെ N channel enhancement എടുത്താൽ you see that the transistor is normally off. You need to apply a finite gate source voltage. Both in these cases, P channel may be P channel or N channel, you will have to apply a finite gate source voltage to start the conduction. For in the case of N channel MOSFET, the VGS required is positive, and in the P channel case, the VGS required is negative. അതേപോലെ ഡിപ്ലീഷൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, even if you don't apply a gate source voltage, VGS equal to 0, you are having a finite current. Why? There is already a channel present. The depletion type MOSFETs are normally on MOSFETs. അതേപോലെ if it is P channel MOSFET, അതും even if you apply no gate source voltage, you can have a finite drain current as soon as you apply a drain source voltage. ഇനി നമ്മൾ തൊട്ടുമുമ്പ് കണ്ട പോലെ N channel depletion MOSFETനെ ഓഫ് ആക്കുന്നതിന് to make the current 0, you will have to apply negative voltage at the gate source terminal. അതേപോലെ to make the P channel depletion MOSFET off, you will have to apply a positive VGS. Coming to the important parameters of MOSFET, ആദ്യത്തത് drain source voltage. The maximum voltage the device is guaranteed to block between the drain and source terminal in the off state. That is nothing but the off state blocking voltage. അതായത് അടുത്തത് maximum gate source voltage, which is the maximum voltage the device is specified to block between the gate and source terminals. അതായത് ഗേറ്റ് സോഴ്സ് ടെർമിനൽസിനിടയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന മാക്സിമം വോൾട്ടേജ് ആണ് VGS. Beyond applying a voltage beyond VGS will break that high impedance region. The maximum drain current, which is the continuous on-state current that can be allowed to flow through the power MOSFET. The next one is total power dissipation is the maximum allowed continuous power dissipation for the device. RDS on എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ആണ്. MOSFET ഓൺ സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് when it is heavily conducting,
it is the equivalent resistance perceived in the drain source region. അതായത് you know that this is non-ideality of the MOSFET. As RDS on is getting larger value, it means larger voltage is dropped across drain source region. It will be amounting to power dissipation, and that is not good for a switch. അടുത്തത് മോസ്ഫെറ്റിന്റെ സേഫ് ഓപ്പറേഷൻ ഏരിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ റീജിയൻ വെയർ ദ മോസ്ഫെറ്റ് പെർഫോംസ് പ്രെഡിക്റ്റബിളി ആൻഡ് റീറ്റെയിൻസ് എ ഹൈ റിലയബിലിറ്റി വിതൗട്ട് കോസിംഗ് ഡിവൈസ് ഡിസ്ട്രക്ഷൻ ഓർ ഡിറ്റീരിയറേഷൻ. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു പർട്ടിക്കുലർ പവർ മോസ്ഫെറ്റിന്റെ സേഫ് ഓപ്പറേഷൻ ഏരിയ ആണ്. എക്സ് ആക്സിൽ യു സി ഇറ്റ് ഈസ് VDS വോൾട്ടേജ് ആൻഡ് Y ആക്സിസ് ഇറ്റ് ഈസ് ഡ്രെയിൻ സോഴ്സ് കറണ്ട് ഇൻ ആംപിയേഴ്സ്. ദിസ് ഏരിയ is limited by various factors like current, voltage and power. For example, by x-axis limited by the breakdown voltage. അതായത് there is a maximum voltage across drain and source that you can apply, beyond which if you apply that will cause a breakdown in the junction. അതുപോലെ y-axis you see a package limitation. അതായത് there is a maximum current that can be drawn which is limited by the package. It means if you allow to flow a current which is beyond that value, that package will not support that. അങ്ങനെ limited by various factors, there is an electrical area within which you can assume that the device makes its normal operation. Again, to get a feel, നമുക്ക് ഇതിൻ്റെ ഒരു പവർ മോസ്ഫെറ്റിന്റെ ഡേറ്റ ഷീറ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് വിഷയ്സ് ഇലക്ട്രോണിക്സിന്റെ IRF 510 എന്ന് പറയുന്ന ഒരു പവർ മോസ്ഫെറ്റ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഇവിടെ ആദ്യമേ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് സമ്മറി, ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് 100 വോൾട്ട് വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ RDS ഓൺ, ഡ്രെയിൻ സോഴ്സ് ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ്, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 10 വോൾട്ടേജ് ആയിരിക്കുന്ന സമയത്ത് ഇറ്റ് കംസ് ടു ബി 0.54 ohms. അതുപോലെ താഴോട്ട് വരുമ്പോൾ here are a set of absolute maximum ratings given. The drain source voltage is given to be 100 volt limit. Gate source voltage maximum is plus or minus 20 volt. All the measurements that have been given here are done for 25 degrees Celsius. മറ്റ് ടെമ്പറേച്ചറുകളിൽ ഇതിനകത്തുള്ള വാല്യൂസ് എങ്ങനെ വരുന്നു എന്ന് അറിയാനായിട്ട് there are certain provisions given by the manufacturers. ലൈക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഡീറേറ്റിംഗ് ഫാക്ടർ കാണിച്ചിട്ടുണ്ട്. അതായത് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഹൗ ദ പാരാമീറ്റേഴ്സ് ചേഞ്ച്. ഇപ്പോൾ ലീനിയർ ഡീറേറ്റിംഗ് ഫാക്ടർ 0.29 വാട്ട്സ് പെർ ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ തന്നിട്ടുണ്ട്. സോ യൂസിങ് ദീസ് ഇൻഫർമേഷൻ, സോ ദീസ് ഡീറേറ്റിംഗ് വാല്യൂസ് യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ പാരാമീറ്റർ ഫോർ അതർ ടെമ്പറേച്ചേഴ്സ്. ചില മാനുഫാക്ചറേഴ്സ് ദേ വിൽ ബി ഗിവിംഗ് ഡീറേറ്റിംഗ് കർവ്സ്, അതായത് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് പാരാമീറ്റർ മാറുന്ന കർവുകൾ അവർ കൊടുത്തിട്ടുണ്ടാകും. സോ യു ക്യാൻ യൂസ് ദം. അതുപോലെ കുറച്ച് സ്റ്റാറ്റിക് ഡൈനാമിക് പാരാമീറ്റേഴ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഡ്രെയിൻ സോഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VDS given as 100 volt. It means നിങ്ങൾ 100 വോൾട്ടിന് മുകളിൽ VDS അപ്ലൈ ചെയ്താൽ there is a fair chance that the junction gets broken down. There are other input capacitance, output capacitance. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് പാരാമീറ്ററുകൾ, കുറച്ചധികം പാരാമീറ്റേഴ്സ് ഡേറ്റ ഷീറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഡിസ്കസിങ് ഓൾ ദോസ് പാരാമീറ്റേഴ്സ് ഈസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് അവർ ഡിസ്കഷൻ. ഇപ്പം നമ്മൾ കണ്ടതുപോലെ പവർ മോസ്ഫെറ്റുകളിൽ ഗേറ്റ് കറണ്ട് 0 ആയിരിക്കും. പവർ മോസ്ഫെറ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. പക്ഷേ പവർ മോസ്ഫെറ്റിന് ഒരു ഡിസഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. വെൻ ഇറ്റ് ഈസ് ഓൺ, ഇറ്റ് ഷോസ് എ ലാർജ് ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് വെൻ കമ്പയർഡ് ടു സിമിലർ അതർ ഡിവൈസസ്. ഇതൊരു മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഇന്റർഫേസ് ആയതുകൊണ്ട് തന്നെ പവർ മോസ്ഫെറ്റ് ക്യാൻ ഓപ്പറേറ്റ് അറ്റ് എ ലാർജർ ഫ്രീക്വൻസി. ഓപ്പറേറ്റിംഗ് സ്പീഡ് പവർ മോസ്ഫെറ്റിന് കൂടുതലാണ്. കാരണം ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് യു ഡോണ്ട് ടേക്ക് മച്ച് ടൈം. ഇപ്പം നമ്മൾ നേരത്തെ ഒരു പവർ ഡയോഡിന്റെ കേസ് കണ്ടതാണ്. അതിനകത്ത് യു റിക്വയർഡ് ആ റിക്കവറി ടൈം TRR എന്നൊരു റിക്കവറി ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയോഡ് ഓഫ് ആവുള്ളൂ. ആൻഡ് ദാറ്റ് റിക്കവറി ടൈം കറസ്പോണ്ട്സ് ടു the time required for removing the mobile carriers from the junction. പവർ മോസ്ഫെറ്റിന് അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പവർ മോസ്ഫെറ്റ് യു ക്യാൻ യൂസ് ഫോർ ഹയർ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ്. ഇങ്ങനെയൊക്കെ പവർ മോസ്ഫെറ്റിന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ദർ ആർ എ ഫ്യൂ ഡിസഡ്വാൻറ്റേജസ് അസോസിയേറ്റഡ് വിത്ത് ദ ഡിവൈസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പവർ മോസ്ഫെറ്റിന് ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലാണ്. ഈവൻച്വലി ഇറ്റ് ഇൻഡിക്കേറ്റ്സ്
the power consumed by the device is larger when compared to similar other devices. അതുകൊണ്ട് തന്നെ you cannot use power MOSFET for a large voltage and large current applications. അപ്പോൾ കൺക്ലൂഡിങ് പവർ MOSFET is suitable for lower voltage, lower current applications where you need larger switching frequency. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനകത്ത് പവർ MOSFET ഒരു നല്ല കാൻഡിഡേറ്റ് ആണ്. എന്നാൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററുകൾക്ക് ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. പക്ഷേ യു കനോട്ട് ഓപ്പറേറ്റ് എ പവർ BJT ഫോർ ദാറ്റ് ഫ്രീക്വൻസി വെയർ എ പവർ MOSFET ഡസ് ഇറ്റ്സ് ജോബ് എക്സ്ട്രീംലി വെൽ. അപ്പോൾ ഓൺ സ്റ്റേറ്റ് പവർ ലോസും ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് പവർ BJTയിൽ നിന്നും പവർ MOSFETൽ നിന്നും കിട്ടുന്നത്. എന്താണത്? പവർ MOSFET ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ ലാർജർ ഫ്രീക്വൻസി ബട്ട് the on-state resistance will be larger. അതേസമയം പവർ BJTക്ക് ആണെങ്കിൽ on-state resistance will be smaller, പക്ഷേ you cannot use it for a larger frequency applications. അപ്പോൾ ചോദ്യം ഇതാണ്, whether you can combine these two advantages together into a device. ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നമ്മൾ അടുത്ത ഡിവൈസ് പഠിക്കുന്നത്, which is called IGBT, which is Insulated Gate Bipolar Transistor. Insulated Gate Bipolar Transistor ഒരു BJTയുടെയും ഒരു MOSFETന്റെയും സമ്മിളിത രൂപമാണെന്ന് നമുക്ക് പറയാം. അതിനകത്തൊരു മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഇന്റർഫേസ് ഉണ്ട്. അതോടൊപ്പം അതിന്റെ സ്ട്രക്ചർ ഇറ്റ് ഈസ് സം സിമിലാരിറ്റി വിത്ത് ദ BJT ഓൾസോ. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും അഡ്വാൻറ്റേജ്? വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ലാർജർ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ വൈൽ കീപ്പിംഗ് ദ ഓൺ സ്റ്റേറ്റ് റെസിസ്റ്റൻസസ് ലോവർ. MOSFETുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാൽ IGBTക്കുള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടൊരു വ്യത്യാസം, MOSFET is a monopolar device whereas IGBT is going to be a bipolar device like BJT. അതായത് കറണ്ട് കണ്ടക്ഷന് you will have the aid of both electrons and holes, whereas in the case of MOSFET you will have current conduction either by electrons or by holes. അപ്പോൾ അത് N ചാനൽ ഡിവൈസ് ആണെങ്കിൽ ഇലക്ട്രോൺസ് കൊണ്ടോ അല്ലെങ്കിൽ P ചാനൽ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഹോൾസ് കൊണ്ടോ ആയിരുന്നു പവർ MOSFETൽ കറണ്ട് കണ്ടക്ഷൻ സാധ്യമായിരുന്നതെങ്കിൽ IGBTയിൽ ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ഹെൽപ്പിംഗ് ദ കറണ്ട് കണ്ടക്ഷൻ ആസ് ഇൻ ദ കേസ് ഓഫ് BJT. നമുക്ക് IGBTയുടെ സ്ട്രക്ചർ ഒന്ന് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ യു വിൽ ഹാവ് 3 ടെർമിനൽസ് നെയിംഡ് ആസ് കളക്ടർ, എമിറ്റർ ആൻഡ് ഗേറ്റ്. ഇനി ഇവിടെ ഒരു P പ്ലസ് സബ്സ്ട്രേറ്റ് കാണുന്നുണ്ട്. ദിസ് ഇസ് കോൾഡ് ദ ഇഞ്ചക്ഷൻ റീജിയൻ. ഇഞ്ചക്ഷൻ ലെയർ. ഈ റീജിയനിൽ നിന്ന് എൻ റീജിയനിലേക്ക് ഹോൾസ് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പർപ്പസ് ഈ P സബ്സ്ട്രേറ്റിനുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇഞ്ചക്ഷൻ ലെയർ എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ കാണുന്ന ഈ ലൈറ്റ്ലി ഡോപ്ഡ് എൻ റീജിയൻ വി കോൾ ഇറ്റ് ആസ് ഡ്രിഫ്റ്റ് റീജിയൻ. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ദിസ് ഇസ് ഇപ്പം നമ്മൾ ഇൻസുലേറ്റഡ് ഗേറ്റ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ദർ ഇസ് നോ ഗേറ്റ് കറണ്ട് ഫ്ലോയിങ് ഫ്രം ഹിയർ ടു ദ ബൾക്ക് ഓഫ് ദ സെമി കണ്ടക്ടർ. ഇനി നമുക്ക് IGBTയുടെ ഓപ്പറേഷൻ ഒന്ന് നോക്കാം. ആൻഡ് വാട്ട് ഈസ് യുവർ ഇന്റൻഷൻ? യു ആർ ട്രൈങ് ടു കൺട്രോൾ ദ കളക്ടർ എമിറ്റർ കറണ്ട്, അതായത് കളക്ടർ ടു എമിറ്റർ കറണ്ട് ബൈ യൂസിങ് ദ ഗേറ്റ് ടെർമിനൽ. Whereas in the case of BJT, you had collector emitter terminals and the base terminal where the controlling signal was the IB. ബേസ് കറണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ BJTയിലെ കറണ്ട് കൺട്രോൾ ചെയ്തിരുന്നതെങ്കിൽ ഇൻ IGBT we are trying to perform the same by using the gate emitter voltage. Anyway, this is a voltage controlled device. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, for the time being we keep this gate to emitter terminals short circuited. No voltage applied between gate and emitter. And I also apply a positive voltage between collector and emitter. കളക്ടറിനും എമിറ്ററിനും ഇടയ്ക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു.
and no voltage is applied between gate and emitter. ഈ കേസിൽ you see that this is a PN junction, so it keeps forward biased. അതോടൊപ്പം തന്നെ this is a PN junction, PN plus region J3. This junction also will be remaining forward biased. അതായത് J1 J3 എന്നുള്ള രണ്ട് ജംഗ്ഷൻസ് ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് നിൽക്കും. പക്ഷേ the J2 junction will remains reverse biased since it being an NP junction. NP junctionൽ നിങ്ങളൊരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ the junction remains non-conducting. Eventually, ultimate result ആയിട്ട് എന്ത് സംഭവിക്കും? There will be no current flowing from collector to emitter. It means IGBT is remaining off. അതായത് കളക്ടർ emitter വോൾട്ടേജ് നിങ്ങൾ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. ഗേറ്റ് emitter ടെർമിനൽസ് ഷോർട്ട് സർക്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ you will not be having any conducting path between these two regions, keeping the IGBT in the off state. ഇനി when you apply a positive voltage between gate and emitter, when you apply a positive VGE between gate and emitter, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ there will be negative charges being attracted just beneath this insulating layer. മോസ്ഫെറ്റിന്റെ കേസ് പോലെ ഇവിടെ കുറെ ഇലക്ട്രോൺസ്, മൊബൈൽ ഇലക്ട്രോൺസ് പ്രസന്റ് ആവും. By virtue of this mobile electrons, what has now happened? There is an N plus region and here is an N minus region connected by this mobile conducting channel. ഇവിടെ ഒരു N plus region ഉണ്ട്, heavily doped N region, and here is a lightly doped N region. Both come in contact via this conducting channel. So what happens is, ഇവിടെ higher concentration of mobile electrons ഉണ്ട്, ഇവിടെ lower concentration of mobile electrons ഉണ്ട്. It means there is a flow or diffusion of mobile electrons from this N plus region to this N minus region. And in the meanwhile, as you have applied a positive potential at the collector terminal, you will have a diffusion of mobile holes from P plus region to this N minus region. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ this is an injection layer. അതുകൊണ്ട് തന്നെ P plus സബ്സ്ട്രേറ്റിൽ നിന്ന് ഹോൾസ് ഇവിടെ നിന്ന് N മൈനസ് ഡ്രിഫ്റ്റ് റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കുറെ ഇലക്ട്രോൺസ് N മൈനസ് റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. സോ മൂവിങ് ഓഫ് holes from P plus region to N minus region means there is a current flow in this direction. അതോടൊപ്പം ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ it means there is a current flow from this N minus region to N plus region. So this diffusion of mobile electrons from here to here and diffusion of holes from here to here makes an abundance of mobile charge carriers in the drift region, which eventually results in the turning on of IGBT. അതായത് കളക്ടർ റീജിയനിൽ നിന്ന് ഡയറക്റ്റ് എമിറ്റർ റീജിയനിലേക്ക്, എമിറ്റർ ടെർമിനലിലേക്ക് ഒരു കറണ്ട് ഫ്ലോയ്ക്ക് ഈ ഡിഫ്യൂഷൻ കാരണമാകുന്നു. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഓൺലി വെൻ the gate emitter voltage is sufficiently high. Sufficiently high എന്ന് പറയുന്നത് there is a threshold voltage which is called VGE threshold, VGET. Only when VGE is greater than VGET this will happen. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ഈ ചാനൽ ഇല്ലാതാവുന്നത് അപ്പോൾ IGBT will turn off. ഈ N plus റീജിയനിൽ നിന്ന് ഡ്രിഫ്റ്റ് റീജിയനിലേക്കുള്ള ഇലക്ട്രോൺ ഫ്ലോയും ഇഞ്ചക്ഷൻ ലെയറിൽ നിന്ന് ഡ്രിഫ്റ്റ് റീജിയനിലേക്കുള്ള ഹോൾ ഫ്ലോയും രണ്ടും ഒരേ കറണ്ട് കണ്ടക്ഷൻ്റെ തന്നെ രണ്ട് കോമ്പണന്റുകളാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് IGBT ഈസ് എ ബൈപോളാർ ഡിവൈസ്. IGBTയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ കണ്ടുവെങ്കിലും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാത്ത വേറൊരു സംഗതിയുണ്ട്. ദ പ്രസൻസ് ഓഫ് എ പാരസിറ്റിക് തൈറിസ്റ്റർ ആൻഡ് ഇറ്റ്സ് ലാച്ചപ്പ്. ഈ IGBTയുടെ സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇറ്റ് ഈസ് എ PNPN സ്ട്രക്ചർ, PNPN structure, which can be visualized as two back-to-back connected transistors of which one is PNP, the other is NPN. അത് നമുക്ക് ഈ PNPN സ്ട്രക്ചറിനെ ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെയും ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെയും കോമ്പിനേഷനായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ലൈക്ക് ഹിയർ ഇതൊരു PNP ട്രാൻസിസ്റ്ററാണ്, അതോടൊപ്പം ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. അതെങ്ങനെ വന്നു? You see that
if you write this transistor to be Q2, നിങ്ങൾക്ക് കാണാം Q2ന്റെ ബേസ് വിച്ച് ഈസ് എ പി റീജിയൻ, Q2ന്റെ ബേസും ഈ പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ കളക്ടറും സെയിം ആണ്. ദ ബേസ് ഓഫ് ദിസ് Q2 ഈസ് സെയിം ആസ് ദ കളക്ടർ ഓഫ് Q1. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ദിസ് ഈസ് എ 2-dimensional പിക്ചർ. അപ്പം ഇതൊരു IGBTയുടെ ക്രോസ് സെക്ഷൻ ആണ്. അതായത് 3-dimensional വരുന്ന സമയത്ത് ദിസ് 2 റീജിയൻസ് കറസ്പോണ്ട് ടു ദ സെയിം റീജിയൻ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ക്രോസ് സെക്ഷനായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ രണ്ടായിട്ട് കാണുന്നുവെങ്കിലും ഇത് രണ്ടും ആക്ച്വലി ഒരേ റീജിയൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ Q2ന്റെ ബേസും ഈ പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ കളക്ടറും സെയിം ആണ്. Q2ന്റെ ബേസും ഈ പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ കളക്ടറും സെയിം ആണ്. അതോടൊപ്പം ഈ പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ ബേസ് Q2ന്റെ കളക്ടറും സെയിം ആണ്. പി എൻ പി ട്രാൻസിസ്റ്ററിന്റെ ബേസും ഈ എൻ പി എൻ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറും സെയിം ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ബാക്ക് ടു ബാക്ക് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ട്രാൻസിസ്റ്ററുകളുടെ ഒരു കോമ്പിനേഷനാണ്. സാധാരണ നമ്മൾ കാണും ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ കറസ്പോണ്ട്സ് ടു എ തൈറിസ്റ്റർ. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു ഒരു ഹാഫ് കൺട്രോൾഡ് സ്വിച്ചിന് എക്സാമ്പിളാണ് തൈറിസ്റ്റർ, അല്ലെങ്കിൽ തൈറിസ്റ്റർ ഫാമിലി കറസ്പോണ്ട്സ് ടു ഹാഫ് കൺട്രോൾഡ് സ്വിച്ചസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹാഫ് കൺട്രോൾഡ് സ്വിച്ച് ഇതിനകത്ത് പ്രസൻ്റ് ആണ്. IGBTക്കുള്ളിൽ നമ്മൾ കണ്ട പോലെ ഉള്ള ഒരു മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഡിവൈസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ദിസ് ഈസ് എൻ അൺവാണ്ടഡ് സ്ട്രക്ചർ. നമ്മൾ മെയിൻ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ പാരസിറ്റിക് തൈറിസ്റ്റിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ദാറ്റ് PN structure is there in the IGBT which results in the presence of a parasitic thyristor. അപ്പോൾ നമ്മൾ മെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഗേറ്റിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, കളക്ടറിൽ നിന്നും എമിറ്ററിലേക്കുള്ള കറണ്ട് ഫ്ലോ. ദിസ് ഇസ് ദ കളക്ടർ ടെർമിനൽ ആൻഡ് ദിസ് ഇസ് ദ എമിറ്റർ ടെർമിനൽ. ഈ കളക്ടറിൽ നിന്നും എമിറ്ററിലേക്കുള്ള കറണ്ട് ഫ്ലോ ഈസ് കൺട്രോൾഡ് ബൈ ദ ഗേറ്റ്. ദിസ് ഇസ് ദ മെയിൻ കറണ്ട് പാത്ത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കറണ്ട് പാത്ത് ഇതാണ്. പക്ഷേ ആ കറണ്ട് പാത്തിനിടയ്ക്ക് കളക്ടറിനും എമിറ്ററിനും ഇടയ്ക്ക് ദർ ഇസ് വൺ മോർ സ്ട്രക്ചർ, ദിസ് PNPN structure, PNPN structure, which gives rise to a parasitic thyristor. And what is the effect of this parasitic thyristor? അതിപ്പോൾ പറയാം. Assume that the IGBT is turned on, it is heavily conducting. കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏതിന് അക്രോസ് ആണ്? ബിറ്റ്വീൻ ദിസ് കളക്ടർ ടെർമിനൽ ആൻഡ് ദിസ് എമിറ്റർ ടെർമിനൽ. അപ്പോൾ ആസ് ഷോൺ ഇൻ ദിസ് ഈക്വലന്റ് സർക്യൂട്ട് there is the presence of a resistance RBY. ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പി റീജിയണിനകത്ത് there is a resistance. ആ റെസിസ്റ്റൻസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, that must be present. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ്, അതിനകത്ത് there will be some resistance present. അപ്പോൾ ഈ റെസിസ്റ്റൻസ് RBY ഉണ്ട്. when the current flows, this RBY has a finite voltage dropped across that. അപ്പോൾ ഈ പി റീജിയനിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് there is a finite voltage drop. And what is the effect of that finite voltage drop? നമ്മൾ നേരത്തെ പറഞ്ഞു കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ജംഗ്ഷൻ J1 ആൻഡ് J3 വിൽ റിമെയിൻ ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദിസ് ജംഗ്ഷൻ J2, അതായത് ദിസ് ജംഗ്ഷൻ J2 വിൽ റിമെയിൻ റിവേഴ്സ് ബയാസ്ഡ്. പക്ഷേ IGBT ഓൺ ആണ്, കറണ്ട് കളക്ടറിന് എമിറ്ററിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ ഡ്രോപ്പ് ഉണ്ടാകുന്ന സമയത്ത് ആൻഡ് ദാറ്റ് ഡ്രോപ്പ് ഇസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ടെൻസ് ടു ഫോർവേഡ് ബയാസ് ദിസ് PN ജംഗ്ഷൻ. കാരണം ഈ PN ജംഗ്ഷനിൽ പി റീജിയനിലെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുന്തോറും ദിസ് ഗെറ്റ്സ് എ മോർ പോസിറ്റീവ് വോൾട്ടേജ് ആൻഡ് ദർ ക്യാൻ ബി എ പോയിന്റ് വെൻ ദിസ് PN ജംഗ്ഷൻ ഗെറ്റ്സ് ടേൺഡ് ഓൺ. ഈ PN ജംഗ്ഷൻ ഓൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നേരത്തെ തന്നെ J1 ഉം J3 ഓൺ ആയിരുന്നു, ഫോർവേഡ് ബയസ് ആയിരുന്നു. ആകെ റിവേഴ്സ് ബയസിൽ നിന്നത് J2 ആണ്. നൗ ദ J2 ഹാസ് ടേൺഡ് ഓൺ. ഇറ്റ് മീൻസ് ദർ ഈസ് എ കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ കളക്ടർ ടു എമിറ്റർ ത്രൂ ദിസ് J1, J2 ആൻഡ് J3. ഇവിടെ നിന്ന് കളക്ടറിൽ നിന്ന് നേരിട്ട് എമിറ്ററിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഒരു ചാനൽ ഫോമായി നിർത്തിയിരിക്കുകയായിരുന്നു ബൈ വെർച്യൂ ഓഫ് ദിസ് ഗേറ്റ് എമിറ്റർ വോൾട്ടേജ്. ആ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് ഉപയോഗിച്ചായിരുന്നു നമ്മൾ കളക്ടർ എമിറ്റർ കറണ്ടിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ
now that this J2 has turned on, the current flows from this bulk J1, J2, J3 in the direct current flow ചെയ്ത് തുടങ്ങും. Thereafter, even if you remove this gate emitter voltage, the current will keep on flowing from collector to emitter. It means ഇവിടെ the controllability of the switch has lost. നിങ്ങൾക്ക് ഈ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് നിങ്ങൾ ഈവൻ ഇഫ് യു കീപ് ഇറ്റ് സീറോ, thereafter the current will flow from this terminal to this terminal through this branch. കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യും. thereafter നിങ്ങൾക്ക് കറണ്ടിന്റെ പുറത്ത് കൺട്രോളബിലിറ്റി ഉണ്ടാവില്ല. സോ now IGBT is not a fully controlled switch, it is just a half controlled switch where you have turned on the switch but you cannot turn it off. And that is the effect of this latch up. ഇപ്പോൾ ഈ ഈക്വലന്റ് സർക്യൂട്ട് വെച്ച് പറഞ്ഞാൽ കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്കുള്ള കറണ്ട് ഫ്ലോ നിങ്ങൾക്ക് കാണാം. ഈ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഇഫ് ഇറ്റ് എക്സീഡ്സ് എ സർട്ടൻ വാല്യൂ, അതായത് RBY, this current say IH times this RBY, if it is greater than the cut-in voltage, for example say cut-in voltage of this base emitter junction, ഈ ബേസ് എമിറ്റർ ജംഗ്ഷന് ഓൺ ആകുന്നതിനേക്കാൾ വലിയ വോൾട്ടേജ് ആണ് ഈ RBY ക്രോസ് ഡ്രോപ്പ് ആവുന്നതെങ്കിൽ നാച്ചുറലി ദിസ് ബേസ് എമിറ്റർ ജംഗ്ഷൻ ടേൺസ് ഓൺ. അപ്പോൾ പതുക്കെ Q2 ടേൺ ഓൺ ആവും. ദാറ്റ് വിൽ ഡ്രോ മോർ ആൻഡ് മോർ ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട് ഫ്രം Q1. ഇറ്റ് മീൻസ് ഇവൻച്വലി this Q1 will turn on regeneratively. അതായത് ടേണിംഗ് ഓൺ ഓഫ് Q2 will help Q1 turn on, and as Q1 conducts more and more, that will turn on Q2 more and more. അപ്പോൾ Q1 കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നതോടൊപ്പം അത് Q2 കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Q2 കണ്ടക്ടിങ് ചെയ്യുന്നതോടുകൂടി അത് Q1 കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇവൻച്വലി these two transistor regeneratively gets turned on. Finally this branch will be the main branch of conduction. അതിനുശേഷം even if you remove this gate emitter voltage, the current will not cease, but it will keep on flowing through this branch. And this is the parasitic thyristor branch. അപ്പോൾ ഈ ഇഫക്റ്റ് പാരസിറ്റിക് തൈറിസ്റ്ററിന്റെ ഇഫക്റ്റ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? There is only one way, that you should ensure that this parasitic thyristor does not turn on. അതായത് ഈ RBYക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് you keep it in such a way that it does not reach the base emitter turn on voltage. അതുകൊണ്ട് തന്നെ IGBTക്ക് അകത്ത് there is a maximum amount of collector emitter current that can flow. അതായത് for each IGBT the manufacturer will specify a maximum current beyond which the collector emitter current should not flow. IGBTയുടെ IV characteristics പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കാണുന്നത്, where you have two controlling voltages. The first one is gate emitter voltage that is dropped across this RGE resistance, and the main conducting path, which is the collector emitter branch. So this is your collector emitter voltage VCE, this is your VGE. അപ്പോൾ ഇതിനെ ശ്രദ്ധിക്കാനുള്ളത് ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നെങ്കിലും there is no gate current. It means the gate current is zero. IG is equal to 0. And you have your collector current flowing in this loop only. The collector emitter supply voltage and start the collector current through this collector emitter branch comes back to the source, and nothing is going in this direction. ഇനി നമുക്ക് IGBTയുടെ IV characteristics ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് കാണുന്നുണ്ട്. വൺ ഈസ് കളക്ടർ എമിറ്റർ വോൾട്ടേജ് VCE വേഴ്സസ് IC, ആൻഡ് സെക്കൻഡ് വൺ ഈസ് VGE വേഴ്സസ് IC. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് when you keep the gate emitter voltage at a particular value, which is greater than the threshold voltage VGET, collector emitter voltage continuous ആയിട്ട് കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ there is a current saturation effect. You see that the collector emitter versus IC is similar to that of the BJT. അതേപോലെ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് ഈസ് ദാറ്റ് വോൾട്ടേജ് വിച്ച് മേക്സ് ദ ചാനൽ ഓർ ദ കണ്ടക്ടിങ് ഇൻവേർഷൻ ലെയർ തിക്കർ ആൻഡ് തിക്കർ. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വിച്ച് ഇസ് VGE വേഴ്സസ് IC,
it is assumed that the collector emitter voltage is constant. ഇപ്പോൾ വി സി നിങ്ങൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചും കൊണ്ട് വി ജി നിങ്ങൾ ഇൻക്രീസ് ചെയ്താൽ യു സി ദ കളക്ടർ കറണ്ട് ഈസ് ഇൻക്രീസിങ്. കാരണം നമുക്കറിയാം വാട്ട് ഈസ് ദ റോൾ ഓഫ് വി ജി? വി ജി ഈസ് ദാറ്റ് വോൾട്ടേജ് വിച്ച് മേക്സ് ദ ഇൻവേർഷൻ ലെയർ ബിനീത്ത് ദ ഇൻസുലേഷൻ ലെയർ. അപ്പോൾ ആസ് യു ഇൻക്രീസ് ദ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ തിക്കർ ആൻഡ് തിക്കർ ഇൻവേർഷൻ ലെയർ ദാറ്റ് വിൽ എയ്ഡ് മോർ കറണ്ട് ടു ഫ്ലോ ത്രൂ. ഇവിടെ കാണുന്നത് IGBTയുടെ സർക്യൂട്ട് സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ദ സിമ്പിൾ ഓഫ് BJT ആൻഡ് MOSFET. ദിസ് ഗ്യാപ്പ് സിഗ്നിഫൈസ് ദ ഇൻസുലേറ്റഡ് ഗേറ്റ്. ഇവിടെ ഗേറ്റിൽ നിന്ന് കറണ്ട് ഫ്ലോ ഇല്ല എന്നുള്ളതിൻ്റെ സിഗ്നിഫിക്കൻസിന് വേണ്ടിയിട്ടാണ്, ആ സിഗ്നിഫൈ ചെയ്യാനാണ് ഈ ഒരു ഗ്യാപ്പ് കാണിച്ചിരിക്കുന്നത്, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ദ സിമ്പിൾ ഓഫ് MOSFET. ഇനി നമ്മളടുത്ത IGBTയുടെ കുറച്ച് പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് കാണുന്നത്, ദ ഫസ്റ്റ് വൺ ഈസ് VCES. ഇത് കളക്ടർ ടു എമിറ്റർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണ്? ദാറ്റ് ഇസ് കോൾഡ് VCES. ദാറ്റ് ഇസ് ദ ബ്ലോക്കിംഗ് വോൾട്ടേജ് ഓഫ് IGBT. നോ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് അപ്ലൈ. ഗേറ്റിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് 0 ആക്കി വയ്ക്കുക. ദാറ്റ് ഇസ് യു ഷോർട്ട് സർക്യൂട്ട് ദ ഗേറ്റ് എമിറ്റർ ടെർമിനൽസ് ആൻഡ് അപ്ലൈ എ വോൾട്ടേജ് അക്രോസ് കളക്ടർ ആൻഡ് എമിറ്റർ. ആൻഡ് വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് വോൾട്ടേജ് ബിഫോർ വിച്ച് ദ ഡിവൈസ് ബ്രേക്സ് ഡൗൺ. കണ്ടിന്യൂസ് കളക്ടർ കറണ്ട് റേറ്റിംഗ് IC. കണ്ടിന്യൂസ് കളക്ടർ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ the IGBT is turned on, it is heavily conducting, and what is the maximum current that can be supported by the device? നമ്മൾ നേരത്തെ പറഞ്ഞു ICയുടെ ഒരു ലിമിറ്റ് പാരസൈറ്റിക് തൈറിസ്റ്ററിന്റെ ലിമിറ്റ് ആണ്. ഇഫ് യു കീപ് ഓൺ ഇൻക്രീസിംഗ് ദ IC ബിയോണ്ട് എ സർട്ടൻ വാല്യൂ സ്പെസിഫൈഡ് ബൈ ദ മാനുഫാക്ചറർ, ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് യു ടേൺ ഓൺ ദാറ്റ് പാരസൈറ്റിക് തൈറിസ്റ്റർ. അപ്പം അങ്ങനെ ഒരു പാരസൈറ്റിക് തൈറിസ്റ്റർ ടേൺ ഓൺ ആകാതെ നമുക്ക് എത്രത്തോളം മാക്സിമം കറണ്ട് ഡ്രോ ചെയ്യാമോ, ദാറ്റ് ഇസ് കോൾഡ് ദ IC. ദ നെക്സ്റ്റ് പാരാമീറ്റർ ഈസ് ICP. അതായത് ദാറ്റ് ഇസ് നോട്ട് ദ കണ്ടിന്യൂസ് കറണ്ട്, ഇറ്റ് ഇസ് എ പൾസ്ഡ് കറണ്ട്, മേ ബി ഓഫ് ദ ഓർഡർ ഓഫ് മില്ലി സെക്കൻഡ് ഡ്യൂറേഷൻ. മില്ലി സെക്കൻഡ് ഡ്യൂറേഷനുള്ള കറണ്ട് പൾസുകളായിട്ടാണ് നിങ്ങൾ വിടുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് പൾസ് ദാറ്റ് ക്യാൻ ബി ക്യാരിഡ് ബൈ ദ ഡിവൈസ്. ദ നെക്സ്റ്റ് ഈസ് മാക്സിമം ഗേറ്റ് എമിറ്റർ വോൾട്ടേജ്. ഗേറ്റിനും എമിറ്ററിനും ഇടയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എത്ര before you break down the dielectric layer. IGBT is insulated gate bipolar transistor. The gate is insulated by a dielectric layer. അപ്പോൾ നിങ്ങൾ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ എസെൻഷ്യലി അപ്ലൈയിങ് ഇറ്റ് അക്രോസ് എ ഡൈഇലക്ട്രിക്. സോ ഇഫ് യു കീപ് ഓൺ ഇൻക്രീസിംഗ് ദ ഗേറ്റ് എമിറ്റർ വോൾട്ടേജ്, ദർ ഇസ് എ പോയിന്റ് ഓഫ് വോൾട്ടേജ് ബിയോണ്ട് വിച്ച് ദ ഡൈഇലക്ട്രിക് വിൽ റപ്ചർ. ഇപ്പോൾ ഡൈഇലക്ട്രിക് റപ്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ കറണ്ട് ഫ്ലോ വിൽ ബി ഹെവി, ടു ഹെവി ദാറ്റ് the device may get blown out. And finally, there is one more current parameter, the collector cutoff current ICES, which signifies the leakage current while the IGBT is in the blocking mode. IGBT ഒരു ഹെവി വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് what is the leakage current that is flowing through the collector emitter terminals, and that current is measured at a specified gate emitter and collector emitter voltage. ഇത് നമുക്ക് പവർ മോസ്ഫെറ്റ് BJT IGBT തമ്മിലുള്ള ആപ്ലിക്കേഷൻ ബേസ്ഡ് കമ്പാരിസൺ നോക്കിയാൽ മോസ്ഫെറ്റ് ആണ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് കംസ് ഇൻ ദ റേഞ്ച് ഓഫ് 10 kHz ടു മേ ബി ഈവൻ മോർ ദാൻ 100 kHz. അതേസമയം IGBT ഹാസ് എ ലാർജർ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ബട്ട് വിത്ത് എ ലെസർ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ. ബാക്ക് ഇൻ ദ ലിസ്റ്റ് BJTക്ക് ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ IGBTയേക്കാളും മോസ്ഫെറ്റിനേക്കാളും കുറവാണ്. അതോടൊപ്പം പക്ഷെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് മോസ്ഫെറ്റ് ആൻഡ് IGBT. അതുകൊണ്ട് നമ്മൾ IGBT ഈസ് ഫൈൻസ് ആപ്ലിക്കേഷൻ UPS, റോബോട്ട് ആൻഡ് വെൽഡിംഗ് മെഷീൻസ്, വേറാസ് ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷൻസിനകത്തും SMPSനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പവർ മോസ്ഫെറ്റുകളായിരിക്കും. ഓഫ് കോഴ്സ് ദർ ആർ അതർ ഡിവൈസസ് സ്പെസിഫൈഡ് ഇൻ ദ ഗ്രാഫ്, പക്ഷേ വി വിൽ സീ ഇറ്റ് ലേറ്റർ. ഇനി നമുക്ക് IGBTയുടെ ഒരു ഡേറ്റ ഷീറ്റ് നോക്കാം. ഇത് ഓൺ സെമി കണ്ടക്ടറുകാരുടെ ഒരു IGBT ആണ്. സോ അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് ആർ ഗിവൺ ആസ് ദ VCES. VCES is 600 volt. Collector current 100 ampere. Pulsed current is 200 ampere. ഇങ്ങനെ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ലാത്ത പാരാമീറ്ററുകളുണ്ട്. അതുപോലെ തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്.
അതുപോലെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്, അതിൽ തന്നെ സ്റ്റാറ്റിക് ഡൈനാമിക് പറയുന്നുണ്ട്, അതുപോലെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് വിൽ ബി റിലേറ്റിംഗ് ടു ടേൺ ഓൺ ടൈം, ടേൺ ഓഫ് ടൈം എക്സെട്ര. അപ്പോൾ ഇതിൽ ടേൺ ഓൺ ഡിലേ ടൈം 117 നാനോ സെക്കൻഡ്, അതേപോലെ ടേൺ ഓൺ സ്വിച്ചിങ് ലോസ് വിച്ച് വിൽ ബി എനർജി 1.1 മില്ലി ജൂൾ എക്സെട്ര. ഇത് നമ്മൾ നേരത്തെ കണ്ട ക്യാരക്ടറിസ്റ്റിക്സ്, ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ വേരിയസ് വാല്യൂസ് ഓഫ് ഗേറ്റ് എമിറ്റർ വോൾട്ടേജ്, that is VCE versus IC. The y-axis corresponds to the current which is in the range of ampere. ഇപ്പോൾ 200 ampere 250 ampere ആണ് ഈ കാണിക്കുന്നത്. For gate emitter voltage 8 volt 9 volt 10 volt 11 volt etc. And this is junction temperature versus collector emitter voltage. Temperature കൂടുന്നതനുസരിച്ചുള്ള collector emitter voltageന്റെ വേരിയേഷൻ for various values of collector current. And of course there are many other characteristics shown in a data sheet, but discussing all these parameters and characteristics will be beyond the scope, so we stop it here. ഇന്നത്തെ സെഷനിൽ നമ്മൾ പവർ സെമി കണ്ടക്ടർ ഡിവൈസുകളുടെ ക്ലാസിഫിക്കേഷൻ കണ്ടു, അതോടൊപ്പം പവർ ഡയോഡുകളെ കുറിച്ച് ചർച്ച ചെയ്തു, പവർ മോസ്ഫെറ്റ്, എന്തുകൊണ്ടാണ് പവർ മോസ്ഫെറ്റിന് ഇത്രയും ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ പോസിബിൾ ആവുന്നത്, എന്താണ് പവർ മോസ്ഫെറ്റിന് ഡിസഡ്വാൻറ്റേജ്, അതോടൊപ്പം തന്നെ പവർ BJT കുറിച്ച് നമ്മൾ ഏതാനും കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒരു ഫോർമൽ ആയിട്ടുള്ള ഡിസ്കഷനായിട്ട് നമ്മൾ കയറിയില്ലെങ്കിലും വി ഹാവ് സീൻ വാട്ട് അഡ്വാൻറ്റേജ് പവർ BJT ഹാസ്. അതോടൊപ്പം തന്നെ പവർ BJTയുടെയും പവർ മോസ്ഫെറ്റിൻ്റെ അഡ്വാൻറ്റേജ് ചേർത്ത് നമ്മൾ IGBT എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തതെന്ന് കണ്ടു. അതോടൊപ്പം വി ഹാവ് സീൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IGBT. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. അടുത്ത സെഷനിൽ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട പവർ സെമി കണ്ടക്ടർ ഡിവൈസായ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയറിനെ കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം നടത്തും. താങ്ക് യു.